വി എസിനെ കാത്തുനിൽക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളെ, മണിക്കൂറുകളായി കാത്തുനിൽക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളെ കാണാൻ കഴിയുന്നു. കല്ലമ്പലത്തേക്ക് യാത്ര, ഈ വിലാപയാത്ര എത്തുകയാണ്. ഏതാണ്ട് 35 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് എന്നുകൂടി അറിയുക. ഏതാണ്ട് 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് സാധാരണ സമയത്ത് എത്തേണ്ട ദൂരമാണ് കല്ലമ്പലം തിരുവനന്തപുരത്തു നിന്ന്. പക്ഷേ അതാണിപ്പോൾ 9 മണിക്കൂർ കഴിഞ്ഞിട്ടും അവിടെ എത്താൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം വേഗം കുറച്ചാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളത്. കാരണം ജനങ്ങളുടെ സ്നേഹത്തെ ആ രീതിയിൽ തട്ടിമാറ്റി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവർ വി എസിന്റെ ജനങ്ങളാണ്, വി എസിനായി കാത്തു നിൽക്കുന്നവരാണ്. അതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഓരോ ഇടത്തും ഈ രീതിയിൽ കുഞ്ഞു കുഞ്ഞു ആൾക്കൂട്ടങ്ങൾ നമുക്ക് കാണാം. അവരെല്ലാം വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, വി എസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ, മുദ്രാവാക്യം വിളിക്കാൻ ഒരുപാട് നേരമായി കാത്തിരിക്കുകയാണവർ. കല്ലമ്പലത്തേക്ക് തന്നെ വീണ്ടും പോകുന്നവിടെ ഹാഷ്മി താജ് ഇബ്രാഹിം ഒരിക്കൽ കൂടി ചേരുന്നു. ഹാഷ്മി, ഇതാ കല്ലമ്പലത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ ഈ വിലാപയാത്ര. എനിക്ക് നേരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്. ഹാഷ്മിക്ക് അവിടെ ആ ബസ് അവിടെ കാണാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കറിയാം, കല്ലമ്പലത്ത് മാത്രമല്ല, ഈ നടന്നു വന്ന അല്ലെങ്കിൽ പിന്നിട്ട ഓരോ ഇടങ്ങളിലും ഈ രീതിയിൽ നൂറുകണക്കിന് ആളുകൾ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയായിരുന്നു വി എസിനെ. 9 മണിക്കൂർ, 9.5 മണിക്കൂർ പിന്നിടുന്നു വിലാപയാത്ര. ഇപ്പോഴും പൂർത്തിയാക്കിയത് വെറും 35 കിലോമീറ്റർ ദൂരം മാത്രമാണ്. ഹാഷ്മി, വി എസ് എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിന് എന്താണ് എന്നൊരിക്കൽ കൂടി ഒരുപക്ഷെ സങ്കടകരമെന്ന് പറഞ്ഞാൽ അവസാനമായി കേരളത്തിൽ പലയാവർത്തി വി എസ് രാഷ്ട്രീയ നേതാവ് എന്താണെന്ന് നമുക്ക് ബോധ്യമായതാണ്. ഒരിക്കൽ കൂടി കേരളത്തിന് അത് ബോധ്യമാകുന്നു. അത് പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന യാത്രയിലാണെന്ന് മാത്രം. കണ്ണേ കേരള വി എസ് എന്ന മുദ്രാവാക്യം ഇതാദ്യമായി കേരളത്തിൽ ഉയരുന്നതല്ല. പ്രജിൻ, വി എസ് എപ്പോഴൊക്കെ ഒറ്റയാനായി അങ്ങനെ നടക്കാൻ വിടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ തിരുവീതികളിൽ നേരത്തെയും ആ മുദ്രാവാക്യം കണ്ണേ കേരള വി എസ് ഉയർന്നതാണ്. ഇതിപ്പോൾ ഒരിക്കൽ കൂടി കുറച്ചുകൂടി ഉച്ചത്തിൽ ഉയരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ വിളിക്കുന്ന പ്രിയ സഖാക്കൾ അവർക്കുള്ളിൽ പ്രതീക്ഷയായിരുന്നു, അല്ലെങ്കിൽ വി എസ് വീണുകിടക്കുന്ന വി എസിന്റെ ഉയർപ്പായിരുന്നു അന്നത്തെ ആ കണ്ണേ കേരള വിളിയുടെ ലക്ഷ്യം. ഇന്ന് പക്ഷേ അതല്ല. ഇന്ന് പക്ഷേ അവരുടെ പ്രിയപ്പെട്ട നേതാവിന് അവസാന യാത്രാമൊഴി നൽകുന്ന വിളിയാണത്. അപ്പോ ആ വിളിയിൽ നമുക്ക് കണ്ണുനീരും ഹൃദയരക്തമൊക്കെ തൊട്ടെടുക്കാം. ആ മുദ്രാവാക്യത്തിലൊക്കെ ഇവിടെ ഈ കല്ലമ്പലം നമ്മൾ നേരത്തെ വന്നതാണ്. ഇവിടെ ഒരു 2-2.5 മണിക്കൂറായി ഇങ്ങനെ നിൽക്കുകയാണ്. ഒറ്റക്കാലിൽ ഇടയ്ക്ക് മഴ പെയ്തിരുന്നു. ആ മഴയത്തൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ കല്ലമ്പലത്ത് നൂറുകണക്കിനായ മനുഷ്യർ അവരങ്ങനെ ഒറ്റക്കാലിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അല്പസമയത്ത് ഇനി അധികം വൈകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല വല്ലാതെ വൈകുന്നു. നോർമൽ കേസിൽ 2 മണിയോടുകൂടി ആലപ്പുഴ എത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ദർബാർ ഹാളിൽ ഇറങ്ങിയപ്പോൾ തന്നെ നേതൃത്വം പറയുന്നുണ്ട്. നമ്മൾ എം വി ഗോവിന്ദനോട് സംസാരിക്കുമ്പോൾ എം വി ഗോവിന്ദൻ വളരെ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ആ സമയത്തൊന്നും പാലിക്കാൻ കഴിയില്ല. കാരണം ഈ പോകുന്ന നേതാവിന്റെ പേര് വി എസ് ആണ്. ആ വി എസ് കേരളത്തിന്റെ ഒരു സമര തലപ്പൊക്കമാണ്, രാഷ്ട്രീയ തലപ്പൊക്കമാണ്, രാഷ്ട്രീയ തലപ്പൊക്കമാണ് വി എസ്. അപ്പൊ സ്വാഭാവികമായും ഈ പറയുന്ന പോയിന്റുകളൊന്നും വർക്കൗട്ട് ആവുന്നത് 42 പോയിന്റുകളാണ് മൊത്തം ഇവിടെ ക്രമീകരിച്ചിരുന്നത്. പക്ഷേ ഒരു പോയിന്റ്, ഒരു 3-4 പോയിന്റായി മാറുന്നുണ്ട്. ഓരോ സ്ഥലത്തും 100 ആളുകൾ വന്ന് തടിച്ചുകൂടി എന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ, അഭിവാദ്യം അർപ്പിക്കാൻ നിൽക്കുമ്പോൾ ആ വാഹനത്തിന് ഒന്ന് സ്ലോ ചെയ്യാതിരിക്കാനാവില്ല. അങ്ങനെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും സ്പീഡിൽ ആ വാഹനം വിട്ടുവരാൻ കഴിയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ചെറുതായ രീതിയിൽ മാത്രം പൂഴിവാരിയിട്ടാൽ താഴെ വീഴാത്ത വണ്ണം വി എസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് മനുഷ്യർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുമ്പോൾ, ഒരു നോക്ക് കാണാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ വാഹനം ഒന്ന് സ്ലോ ചെയ്യാതിരിക്കാൻ കഴിയില്ല. വല്ലാതെ വൈകുന്നുണ്ട്. ഇനിയിപ്പോൾ കല്ലമ്പലം അല്പസമയത്തിനകം എത്തിച്ചേരാൻ പോകുന്നുണ്ട്. കല്ലമ്പലം കഴിഞ്ഞും അങ്ങോട്ടേക്കുള്ള റോഡിന്റെ ഇരുവശവും നൂറുകണക്കിന് ഏതെങ്കിലും ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചല്ല, കല്ലമ്പലം കടമ്പാട്ടുകോണം എന്നിങ്ങനെ ഏതെങ്കിലും പോയിന്റ് കേന്ദ്രീകരിച്ചല്ല, ഈ റോഡിന്റെ ഇരുവശവും നൂറുകണക്കിന് മനുഷ്യർ അങ്ങനെ വി എസിനെ കാണാൻ വേണ്ടി ഞാൻ എന്തായാലും വി എസിന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. വി എസിന് വോട്ട് ചെയ്യാൻ പറ്റൂലടാ. വി എസിന് വോട്ട് ചെയ്യാൻ പറ്റൂല. വി എസ് മരിച്ചുപോയി. എന്തായാലും എന്റെ ജീവൻ ഞാൻ വി എസിന് കൊടുക്കും എന്തായാലും. അപ്പോ നമ്മുടെ എന്റെ ജീവൻ വി എസിന് കൊടുക്കും എന്നൊരു ഒരു വിദ്യാർത്ഥി പറയുന്നുണ്ട്. അവൻ ആദ്യം പറഞ്ഞത് അവൻ വോട്ട് ചെയ്യുന്നത് വി എസിനാണ് എന്നുള്ളതാണ്. ഇനി വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ എന്ത് പറയണമെന്ന് അറിയാതെ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം അത് വിദ്യാർത്ഥികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ, പ്രായമായവർക്കിടയിലൊക്കെ
ഒരു മനുഷ്യനേക്ക് ഇത്രത്തോളം സ്നേഹം അതൊരു ആദരവ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പ്രജിൻ. അതൊരു സ്നേഹമാണ്, അതൊരു നിറഞ്ഞ സ്നേഹമാണ്, അത് ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന ഒരു സ്നേഹമാണ് VS-നോട്. അതുകൊണ്ട് പലരും വിതുമ്പുന്നുണ്ട്, പലരും കരുതുന്നു. നമുക്കറിയാം 100 വയസ്സ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ മനുഷ്യായുസിന്റെ പരമാവധികളിൽപ്പെട്ട ഒരു സംഖ്യയാണ്. 100-ന് മുകളിലേക്ക് പോകുന്നത്. എല്ലാവർക്കും അറിയാം എന്തായാലും ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട് എന്നറിയാം. VS-ന്റെ ഒരു യാത്രയപ്പ് ഉണ്ടാകുമെന്ന് അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ കരുതിയിരുന്നതുമാണ്. കാര്യം അത്രത്തോളം ആരോഗ്യനില മോശമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയാണെങ്കിലും VS വിടവാങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒക്കെ ഒരു വല്ലാത്ത ശൂന്യത അനുഭവിക്കുന്നുണ്ട്. ആ ശൂന്യതയാണ് ഈ പറയുന്ന നമ്മൾ ദർബാർ ഹാൾ മുതൽ ഇവിടെ വരെ നമ്മൾ കൂടെയുണ്ട്. നമ്മൾ ഈ വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ട്. ആ വിലാപയാത്ര ഒക്കെ കാണാൻ കഴിഞ്ഞത് കണ്ണേകരളെ VS എന്ന് വിളിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിഴലിക്കുന്ന ആ ശൂന്യത, ഇനി ആ രാഷ്ട്രീയ നേതാവില്ലല്ലോ എന്ന ശൂന്യതയാണുള്ളത്. മാത്രമല്ല VS-ന്റെ ആ പോരാട്ടങ്ങൾ, VS ജനിച്ചു വീണപ്പോൾ മുതൽ 4-ാം വയസ്സിൽ അമ്മയെ വസൂലിയിൽ നഷ്ടമാകുന്നത് മുതൽ, അച്ഛനെ നഷ്ടമാകുന്നത് മുതൽ, 7-ാം വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നത് മുതൽ, ആസ്പിൻ വാളിൽ ജോലിക്ക് കയറേണ്ടി വരുന്നത് മുതൽ, പിന്നീട് ഇങ്ങോട്ട് VS-ന്റെ ജീവിതത്തിന്റെ ഓരോ ഏടും, ഏറ്റവും ഒടുവിൽ പുന്നപ്ര വയലാറിന്റെ തുടർച്ചയിൽ പോലീസിന്റെ കൊടിയ മർദ്ദനം, അതിഭീകരമായ മർദ്ദനം, ഇവിടെ കാൽപാദത്തിൽ ബയണറ്റ് കുത്തിയിറക്കൽ, മരിച്ചു എന്ന് കരുതി കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കാൻ പോവൽ, കള്ളൻ കോലപ്പന്റെ കഥ, ഇതൊക്കെ ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ തുടിക്കുന്നു, സ്പന്ദിക്കുന്നുണ്ട്. VS നേരിട്ട ഭീകരമായ അനുഭവങ്ങൾ, ആ ഭീകരമായ അനുഭവങ്ങൾ നേരിട്ടത് പാവങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്നുള്ള ബോധം ഇവരുടെയൊക്കെ മനസ്സിൽ വല്ലാതെ തുടിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ആ രാഷ്ട്രീയ ജീവിതം ഒട്ടും സുഗമമായ ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന്റെ ഒരു പളപളപ്പിൽ, അധികാരത്തിന്റെ ഒരു സൗകുമാര്യതയിൽ അങ്ങനെ ഒഴുകി നടന്നൊരു ജീവിതമായിരുന്നില്ല. അധികാരം ഏതെങ്കിലും തരത്തിൽ VS-നെ പ്രലോഭിച്ചതേ. നോക്കൂ, അദ്ദേഹത്തിന് 80 വർഷക്കാലത്തിൽ 80 വർഷക്കാലം രാഷ്ട്രീയ ജീവിതത്തിൽ 5 വർഷം മാത്രമാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുമ്പോൾ വീടുകിടക്കുന്നവന്റെ അല്ലെങ്കിൽ മണ്ണിന് വേണ്ടി അല്ലെങ്കിൽ അനീതിക്കെതിരായ പോരാട്ടത്തിന് അദ്ദേഹം ഒഴിഞ്ഞുവെച്ച ജീവിതമാണ്. അതൊക്കെ ഈ മനുഷ്യന്മാർ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. എത്തിച്ചേരാൻ പോകുന്നു അല്പസമയത്തിനകം. കാണാം, അങ്ങ് ദൂരെ നിൽക്കുമ്പോൾ കാണാം VS-നെ വഹിച്ചുള്ള വിലാപയാത്ര. ആ വാഹനം ഒരു ജനസാഗരത്തെ ഭേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യ മഹാസാഗരത്തിന് നടുവിലെന്ന വണ്ണം, അതിന് കീറിമുറിച്ചെന്ന വണ്ണം പതിയാണെങ്കിൽ കൂടിയും ഇങ്ങോട്ടേക്ക് വരുന്നു. സഖാവ് VS അച്യുതാനന്ദനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വാഹനം വരുന്നുണ്ട്. എല്ലാവരും സജലമിഴികളോടെ നിൽക്കുകയാണ് അവിടെ. അവർ പലരും കണ്ണു നിറയുന്നുണ്ട്, പലരും വിതുമ്പുന്നുണ്ട്, പലരും അവർ രാഷ്ട്രീയമായി അനാഥരായി എന്നവർ പറയുന്നുണ്ട്. അവർക്ക് വീട്ടിലെ ഒരാളെ നഷ്ടമായി എന്ന മട്ടിൽ കരയുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു. അക്ഷരാർത്ഥത്തിൽ വിതുമ്പുന്ന ആൾക്കാരെ, അക്ഷരാർത്ഥത്തിൽ തേങ്ങിക്കരയുന്ന ആൾക്കാരെ, വാവിട്ട് കരയുന്ന ആൾക്കാരെ, കുറേയധികം ആൾക്കാരെ നമ്മൾ കണ്ടു. അടുത്ത കാലത്ത് കേരളം ഇത്തരത്തിലൊരു യാത്രയപ്പ് എന്തായാലും കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. പ്രജിൻ, അത്രത്തോളം ഒരു വലിയ ചരിത്രം. VS-ന്റെ പല കാര്യങ്ങൾ ചരിത്രമാണ്, VS-ന്റെ പല യാത്രകൾ ചരിത്രമാണ്, പല വാക്കുകൾ ചരിത്രമാണ്. ആ ചരിത്രത്തിനൊടുവിൽ VS ഏറ്റവും ഒടുവിൽ കുറിക്കുന്ന അവസാനത്തെ ഒരു ചരിത്രം അത് ഈ ചരിത്രമാണ്. അത് അദ്ദേഹത്തിന്റെ അവസാന യാത്രയുടെ ചരിത്രമാണ്. ആ യാത്ര, ഈ തലസ്ഥാന നഗരിയുമായി VS-നുള്ള ബന്ധം അത് അഭേദ്യമായ ബന്ധമാണ്. മുഖ്യമന്ത്രി ആയിരിക്കെ, പ്രതിപക്ഷ നേതാവായിരിക്കെ, പാർട്ടി സെക്രട്ടറി ആയിരിക്കെ, LDF കൺവീനർ ആയിരിക്കെ, ഈ തലസ്ഥാന നഗരിയുമായി VS-നുള്ള ബന്ധം വലിയ ബന്ധമാണ്. VS-ന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരുവനന്തപുരം ഒഴിച്ചുള്ള ഒരു രാഷ്ട്രീയ ജീവിതമില്ല. അപ്പൊ തലസ്ഥാന നഗരി അത്രത്തോളം ഹൃദയവായ്പോടെ VS എന്ന വലിയ തലപ്പക്കമുള്ള രാഷ്ട്രീയ നേതാവ്, പാവങ്ങൾക്കൊപ്പം മാത്രം നിന്ന, പാവങ്ങൾ മാനിഫെസ്റ്റോ എഴുതിയ, പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിളിക്കുന്ന AKJ ആണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന ആളുകൾ, യുവാക്കൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ AKJ കണ്ടവരല്ല, ഞങ്ങൾ പി കൃഷ്ണപിള്ളയെ കണ്ടവരല്ല, ഞങ്ങൾ AKJ പി കൃഷ്ണപിള്ളയെ കണ്ടതൊക്കെ VS-ലൂടെ മാത്രമായിരുന്നു. VS-ന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഞങ്ങൾ മഹാഭാഗ്യം ചെയ്തവർ എന്ന് പറയുന്ന യുവതലമുറയിൽപ്പെട്ട ആളുകളെ നമ്മൾ ഈ വിലാപയാത്ര ദർബാർ ഹാളടക്കം പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ തന്നെ പാവങ്ങളുടെ പടത്തലവൻ തന്നെയാണ് VS എന്ന് ഉറപ്പായും പറയാം. ഒരുപക്ഷെ തൊഴിലാളികളുടെ ദത്തുപുത്രൻ എന്നൊരു നേതാവിന് പേരുണ്ടെങ്കിൽ ഇത് തൊഴിലാളികളുടെ സ്വന്തം പുത്രൻ ആണ് VS എന്ന് പറഞ്ഞ തൊഴിലാളികളെ നമ്മൾ കണ്ടു. ദർബാർ ഹാളിലടക്കം ഈ പറഞ്ഞ വിലാപയാത്രയുടെ പല വഴികളിലും തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കൂലിത്തൊഴിലാളികൾ, ജീവിതത്തിന്റെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യന്മാരൊക്കെ അവരുടെ ഹൃദയം പിടയുന്ന വേദനയോടെ വന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കാര്യം അവർക്ക് നല്ല ബോധ്യമുണ്ട്, അവരുടെ ജീവിതത്തിൽ ഉന്നമനത്തിന് വേണ്ടിയാണ് VS അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ചതത്രയും ഈ പാവപ്പെട്ടവന്റെ അടിസ്ഥാന വർഗത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവം മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയാണ്, അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിന് വേണ്ടിയല്ല എന്ന നല്ല ബോധ്യമുള്ള മനുഷ്യർ ഇങ്ങോട്ടേക്ക് ധാരാളമായി എത്തുന്നുണ്ട്. ഇവിടെ കല്ലമ്പലത്ത് കൂടി നിൽക്കുന്ന അവിടെ ഹൃദയം തകർന്ന മുദ്രാവാക്യങ്ങൾക്കിടയിലേക്ക് കന്നെ കേരളേ VS എന്ന മുദ്രാവാക്യങ്ങൾക്കിടയിൽ കൂടി VS-നെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രാ വാഹനം
ആ മനുഷ്യ മഹാസാഗരത്തെ ഭേദിച്ചുകൊണ്ട് അത് കീറിമുറിച്ചുകൊണ്ട് പതിയെ മുന്നോട്ടേക്ക് വളരെ പതിയെ മുന്നോട്ടേക്ക് വരുന്നു. വളരെ പതിയെ മാത്രമാണ് മുന്നോട്ടേക്ക് വരുന്നത്. ഈ വാഹനത്തിന് പ്രത്യേകത ഉണ്ട് പ്രജിൻ. ഈ വാഹനം ആദ്യം വരുമ്പോൾ ഒരു കറുപ്പ് കൂളിംഗ് ഫിലിം പൊട്ടിച്ചതാണ്. അതിനുശേഷം ഓൾട്ടർ ചെയ്തു. ആ കൂളിംഗ് ഫിലിം ഒക്കെ എടുത്തു മാറ്റി. മാത്രമല്ല നടുക്കുള്ള ഒരു ഭാഗം, ഒരു വിൻഡോ എടുത്തു മാറ്റുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് എത്ര തിരക്കാണെങ്കിലും ആൾക്കാർക്ക് നേരിട്ട് VS-ന്റെ മുഖം കാണാൻ കഴിയും. പ്രജന് തോന്നിയോന്നറിയില്ല, VS-ന്റെ മുഖം ഇപ്പോൾ കാണുന്ന ഇപ്പോൾ തോന്നുന്നു എന്തോ പറയാനിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രസംഗവേദികളൊക്കെ VS നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെയുള്ള സ്ഫോടക ശക്തിയുള്ള, എന്തെങ്കിലുമൊക്കെ മാരക ശക്തിയുള്ള ഒരു വാക്കുകൾ പറയുന്നതിന് മുൻപ് VS-ന്റെ മുഖത്തൊരു ഭാവമുണ്ട്. ആ VS-ന്റെ മുഖഭാവം എനിക്ക് മാത്രം തോന്നുന്നില്ല, പല ആളുകളും അത് ചുണ്ടിങ്ങനെ കുറിപ്പിക്കുന്ന മട്ടിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ തുടങ്ങുന്ന മട്ടിൽ തന്നെയാണ് VS ഇപ്പോൾ ഉള്ളത്. സചേതനമായ ഒരു മുഖം, ഉറങ്ങിക്കിടക്കുന്ന VS എന്ന് തോന്നിക്കുന്ന രീതിയിൽ അതാ VS ആ വാഹനത്തിലുണ്ട്. VS ആ വാഹനത്തിന് ചുറ്റും, VS കിടക്കുന്ന അദ്ദേഹത്തിന്റെ അവസാന ഉറക്കമുറങ്ങുന്ന വാഹനത്തിന് ചുറ്റും നൂറുകണക്കിനായി, ആയിരക്കണക്കിനായി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ, അദ്ദേഹത്തിന്റെ അനുഭാവികൾ, പാർട്ടി പ്രവർത്തകർ, ഇനി പാർട്ടിയൊന്നുമില്ലാത്ത മനുഷ്യർ, VS-നെ മാത്രം ഇഷ്ടം. നമ്മൾ വിശാഖപട്ടണത്തിൽ നിന്ന് വരുന്ന ഒരാളെ കണ്ടിരുന്നു. പ്രജിന, അവൻ VS-ന്റെ എല്ലാ ബർത്ത്ഡേക്കും അവൻ നാട്ടിൽ വരും, കേക്ക് മുറിക്കും. ഇവിടെയും വന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിയുടെയും അംഗമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. പക്ഷേ VS അവൻ ഹൃദയത്തിലേറ്റുന്ന നേതാവാണ്. ഇതാ ആര് പറഞ്ഞു മരിച്ചെന്ന് എന്നാണ് മുദ്രാവാക്യം. വികാരവായ്പാണ് പ്രജൻ. എന്തൊരു സ്നേഹമാണ് ഈ സ്നേഹം. ഇതൊരു അസാധാരണ കാഴ്ചയാണെന്ന് ഉറപ്പായി പറയാം. കേരളം കണ്ട വിടവാങ്ങലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിടവാങ്ങലാണ് എന്നുറപ്പായും നിസ്സംശയം പറയാം. അത്രത്തോളം വലിയ സ്നേഹം, അത്രത്തോളം വലിയ വികാര വായ്പ, ഹൃദയ വായ്പ VS എന്ന് പറയുന്ന ആ മനുഷ്യർ തലസ്ഥാന നഗരി കൊടുക്കുകയാണ്. അതാ ഇനിയിപ്പോ തലസ്ഥാന നഗരിൽ 3-4 പോയിന്റ് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലായിടത്തെയും കാഴ്ച ഇത് തന്നെയായിരുന്നു. എവിടെയും മറ്റൊരു കാഴ്ച ഉണ്ടായിരുന്നില്ല. രാത്രി ഇപ്പോൾ 11-12 മണിയാകുന്നു. രാത്രി ഇരുട്ടും തോറും രാത്രി ഇരുട്ടിയാലും സഖാവ് VS ഒരു നോക്ക് കാണാതെ, ഒരു ഉറക്കമില്ല എന്ന നിഷേധാർത്ഥത്തിൽ അപാല വൃദ്ധം എന്ന് ഉറപ്പായും പറയാം. കുട്ടികൾ, ഇവിടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്ന അമ്മമാരെ നമ്മൾ കാണുന്നുണ്ട്, പ്രായമുള്ള മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്, ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ നമ്മൾ കാണുന്നു. നേരത്തെ അവിടെ കാര്യവട്ടം ക്യാമ്പസിലൊക്കെ പോയപ്പോഴേക്കും IT പ്രൊഫഷണലായ 100 ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കൊക്കെ ഒരുപക്ഷെ അവരെ പറ്റിയുള്ള നമ്മുടെ ചില ധാരണകളൊക്കെ മാറുന്ന നിമിഷങ്ങളായിരുന്നു. അവർക്കൊക്കെ VS-നെ നന്നായി അറിയാം. അവർക്കൊക്കെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം നന്നായി അറിയാം. VS-ന്റെ പോരാട്ടങ്ങൾ നന്നായി അറിയാം. VS വളരെ വ്യക്തമായി അറിയാം. ആ പോരാട്ടങ്ങളൊക്കെ അറിയുന്ന, ആ പോരാട്ടങ്ങളൊക്കെ ഹൃദയസ്ഥമായ മനുഷ്യന്മാർ ആ VS-ന്റെ ജീവിതത്തെ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ആ സഖാവ് VS സിന്ദാബാദ് എന്ന മുദ്രാവാക്യം, ഇല്ല മരിക്കുന്നില്ല എന്നതാണ് പ്രധാന മുദ്രാവാക്യം. കണ്ണേകരളെ VS എന്നതാണ് അഭിസംബോധന. സഖാവ് VS മരിക്കുന്നില്ലെന്നും ഞങ്ങളിലൂടെ ജീവിക്കുമെന്നും അവർ വെറുതെ പറയുന്നതല്ല, അതങ്ങനെ തന്നെയാണ് പ്രജൻ. കാരണം VS മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയമുണ്ട്. ആ പോരാട്ടത്തിന്റെ രാഷ്ട്രീയം, ആ കോംപ്രമൈസ് ഇല്ലായ്മയുടെ രാഷ്ട്രീയം, ഏതെങ്കിലും തരത്തിൽ സമരത്തിന്റെ ഒരു രാഷ്ട്രീയം, പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയം, മണ്ണിന് വേണ്ടി, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഈ മണ്ണായി തന്നെ നിലനിൽക്കണം, അതിനുവേണ്ടി ഒരു തണ്ണീർത്തട നിയമം ഉണ്ടാക്കണം എന്ന ചിന്തയുടെ രാഷ്ട്രീയം, സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ രാഷ്ട്രീയം, ഈ പറയുന്ന സോഫ്റ്റ്വെയർ, ഈ പറയുന്ന IT ചിന്തകളൊക്കെ ഏതെങ്കിലും തരത്തിൽ അണകെട്ടി പേറ്റന്റ് ഇട്ട് പണം ഉണ്ടാക്കേണ്ട ഒന്നല്ല. അത് സ്വന്തം